+2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് എന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന 3 മാർക്കിൻ്റെയും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ചോദ്യമാണ്. 1952 മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന പോറ്റി ശ്രീരാമലു 56 ദിവസത്തെ നിരാഹാര സമരത്തിന് ശേഷം അന്തരിച്ചു. ഈ സംഭവം ഒരു കമ്മീഷന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഏതായിരുന്നു ആ കമ്മീഷൻ? അതിൻ്റെ പ്രധാന ശുപാർശകൾ എന്തെല്ലാമായിരുന്നു? 3 ശുപാർശകളുണ്ട്. ആ 3 ശുപാർശകൾ എഴുതിയാലാണ് 3 മാർക്ക് കിട്ടുക. അതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്നും 1 വേർഡ് ചോദ്യം വരാറുണ്ട്. അതായത് 56 ദിവസത്തെ നിരാഹാര സമരത്തിന് ശേഷം അന്തരിച്ച കോൺഗ്രസ് നേതാവ് ആരായിരുന്നു എന്നുള്ളത്. പോറ്റി ശ്രീരാമലു ആണ് അതിൻ്റെ ഉത്തരം. അതുപോലെ ABC കോളത്തിലായിട്ട് ഈ ഭാഗത്തു നിന്നും ചോദിക്കും. 1952 ശ്രീരാമലു, മൂന്നാമത്തെ C കോളത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. 1952 പോറ്റി ശ്രീരാമലു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1.5 മാർക്കിൻ്റെ ABC കോളത്തിലായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. മറ്റൊരു 1 വേർഡ് എന്ന് പറയുന്നത് ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു ഇതിൻ്റെ തലവൻ. ഇത് 1 വേർഡ് ചോദ്യം ഇതിൽ നിന്ന് വരുന്നത്. ഇനി ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ 3 പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം സംസ്ഥാന പുനഃസംഘടന എന്നതായിരുന്നു ശുപാർശ. അതിൽ പറഞ്ഞിരിക്കുന്ന 3 പ്രധാന ശുപാർശകളിൽ ഒന്ന്, പല ഭാഷകൾ സംസാരിക്കുന്ന സമുദായങ്ങളുടെ സാംസ്കാരിക ആവശ്യകതയ്ക്ക് ശരിയായ ശ്രദ്ധ നൽകണം. രണ്ടാമത്തെ പോയിന്റ്, ഹിന്ദി കൂടാതെയുള്ള മറ്റ് പ്രാദേശിക ഭാഷകൾക്ക് കൂടി ആവശ്യമായ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ഭാഷാപരമായ ന്യൂനപക്ഷങ്ങൾക്ക് ശരിയായ തരത്തിൽ പരിരക്ഷ ലഭിക്കേണ്ടതുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ 3 മാർക്കിൻ്റേതായി ചോദിക്കുമ്പോൾ. അതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടോ ABC ആയിട്ടോ ABC കോളമായിട്ടോ ചോദിക്കുമ്പോൾ ഇതിൽ നിന്ന് വരുന്നത് പോറ്റി ശ്രീരാമലു ആണ് 56 ദിവസത്തെ നിരാഹാര സമരത്തിന് ശേഷം രക്തസാക്ഷിത്വം വഹിച്ചത്. അതുപോലെ അതൊരു കമ്മീഷന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. അതിൻ്റെ പേര് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്നായിരുന്നു. ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? അത് ഫസൽ അലി ആയിരുന്നു. അതുപോലെ ABC കോളത്തിൽ ചോദിക്കുന്നത് 1952 പോറ്റി ശ്രീരാമലു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യവുമാണിത്.